ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളിന്ന് കോവയ്ക്ക ഫ്രൈ മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് കോവയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തോട്ട് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അവിടെ ഇരുന്ന് ചൂടാകുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞു വെച്ച കോവയ്ക്കയിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി അതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം, ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ പാനിലൊഴിച്ച വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്യാനുള്ള കോവയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കോവയ്ക്കെല്ലാം നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തേക്കുവാണ്. ഇനി അത് അവിടെ ഇരുന്ന് ഫ്രൈ ചെയ്യട്ടെ. അങ്ങനെ നമ്മുടെ കോവയ്ക്ക ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കത് മെഴുക്ക് പുരട്ടാനായിട്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും എരിവിന് ആവശ്യമുള്ള പച്ചമുളകും എടുത്തു വച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്ത കോവയ്ക്ക നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ആ പാൻ നമുക്ക് ഒന്നുകൂടെ അടുപ്പത്തോട്ട് വയ്ക്കാം. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഏതാണ്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കോവയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കോവയ്ക്ക ഫ്രൈ മെഴുക്ക് പുരട്ടി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്നും കൂടെ നമുക്ക് ഇളക്കി കൊടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ.
അങ്ങനെ നമ്മുടെ കോവയ്ക്ക ഫ്രൈ മെഴുക്കുവരട്ടി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.